അടുക്കള കിടക്കണ കിടപ്പുണ്ട്. കഷ്ടമാണിത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഉള്ളവര് നമ്മളെ കൈകാര്യം ചെയ്യും. ഒന്നും പറയാനും പറ്റൂല. എന്നാ നേരെ ചൊവ്വ വൃത്തിക്ക് ഇടൂ, അതുമില്ല. പാറുവിന്റെ പണിയായിരിക്കണം. എന്താണിത്? என்ன லட்சு பொறுபொறுத்துட்டு இருக்க? ഒന്നുമില്ല. ஒண்ணும் இல்லாதெல்லாம் இல்ல, ஏதோ இருக்கு உனக்கு பிடிக்காத ஒரு விஷயம், அதனாலதான் நீ இப்படி பொறுபொறுத்துட்டு இருக்க. ആ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ആന്റി അതുപോലെ അമ്മൂമ്മ എടുത്തെന്ന് പറയാൻ. എന്നിട്ട് അമ്മൂമ്മ എന്നെ പഞ്ഞിക്കിടും. കട്ടൻ ചായ ഉണ്ടോ? എന്ത് കട്ടൻ ചായ? വല്ല പാലും ചോദിക്കോ അച്ഛേ? പാലിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ എന്റെ ചേച്ചി. ചേച്ചി അമ്മൂമ്മയോടെ പോയി? അമ്മൂമ്മ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയ? ഞാനും കൊറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന അമ്പലത്തിൽ പോണം, പക്ഷെ നടക്കുന്നില്ല. 11 മണിക്ക് എണീറ്റാലേ അമ്പലത്തിൽ പോക്ക് നടക്കൂല. ചേച്ചി ഞാൻ മനസ്സ് വെച്ച മനസ്സാണേ. മനസ്സ് വെച്ച മനസ്സാണേന്നാ എന്തോന്നൊക്കെ പറയണേ? ചുമ്മാ തള്ളതാ പോവാറു. ഞാൻ തള്ളിയില്ല, എന്റെ സത്യം പറഞ്ഞു. ചേട്ടാ എന്തോന്ന്? അല്ല സൂപ്പർ പരിപാടി ഒന്ന് നടന്നിട്ടുണ്ട്. சூப்பர்டா கேசு, சூப்பர். കാര്യം പറഞ്ഞില്ലല്ലേ, പിന്നെന്തിന് സൂപ്പർ കേസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? நம்ம கேசு ஏதாவது ஒரு விஷயம் சொல்லிட்டு வந்தா அது சூப்பரா இருக்கும். ചേച്ചി ചേച്ചി എന്തുവാടാ? ചേച്ചി സംഭവം എന്താണെന്ന് വെച്ചാലേ, എന്റെ ഒരു ഫ്രണ്ട് അവന് 5 വർഷം മുമ്പ് ഒരു കാറ് മേടിച്ച് അവനിപ്പോ ആ കാറ് കൊടുക്കണ്. വേറൊരു വിറ്റെന്താന്ന് വെച്ചാ ഈ കാറ് ഓടിയിട്ടേ ഇല്ലെന്ന് മേടിച്ചതിന് ശേഷം പുതിയതായിട്ടിരിക്കണ്. ഇത്രയും കാശ് കൊടുത്ത് കാർ മേടിച്ചിട്ട് കാർ പോച്ചിലിട്ടാവര് വലിയ അത്ഭുതമാണല്ലോ. അങ്ങനല്ല, കാർ ഓടി 30-30,000 കിലോമീറ്റർ. 5 വർഷത്തില് 30,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ട് പുതു വണ്ടി. டே கேசு, அப்படின்னா அந்த கார் இனிமே ஓடவே ஓடாதா? കനാലിയല്ല സൂപ്പറായിട്ട് ഓടും കാറ്. ചേച്ചി അവര് പുതിയ കാർ അവരെടുക്കാൻ പോണ്. അതുകൊണ്ട് അവര് ഈ കാറ് വിൽക്കണ്. നല്ല കാര്യം, ഒരു പുതിയ വണ്ടി എടുക്കട്ടെ. അപ്പളേ ഈ 3.5 ലക്ഷമാണ് ഈ കാറിന് പറയണത്. 3.5 ലക്ഷം രൂപയാ ഈ ഇത്രയും പഴയ വണ്ടിക്കാ? ദാറ്റ്സ് ടു മച്ച്. എന്താ ചേച്ചി പറഞ്ഞാള് ഈ 3.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സൂപ്പർ വണ്ടിയാണത്, നല്ല കണ്ടീഷൻ വണ്ടി, പറക്കം തൊട്ട് കൊടുത്തു കഴിഞ്ഞാ. എനിക്കായോണ്ട് ഞങ്ങൾ നമ്മളുടെ ബന്ധത്തിന്, എന്റെ ഫ്രണ്ടാണല്ലോ, ഞങ്ങൾ സംസാരിച്ചാണ് ഞാൻ 3.5 ലക്ഷത്തിൽ എത്തിച്ചത്. പുറത്താണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷത്തിലാണ് കൊടുക്കാൻ വേണ്ടി ഇരിക്കണേ. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ, വെറുതെ തന്നെ നഷ്ടത്തിന് നിനക്ക് തരണേ. ചേട്ടൻ ഇപ്പൊ മേടിക്കണം. ആ അപ്പൊ എനിക്ക് മാത്രല്ല, നമുക്ക് കുടുംബത്തിന് ഒരു അസറ്റ് ആണല്ലോ ഈ സാധനം മേടിക്കുന്നത്, അല്ലേ ചേച്ചി? கேசு நீ கார் வாங்க போற? என்னடா கேசு, திருவிழாக்கு பொட்டிக்கடையில வச்ச காரா இது? നമ്മുടെ കാശിന് കാറൊക്കെ മേടിക്കും, അത് വിട്. ഇതല്ല ചേച്ചി, കുടുംബത്തിന് ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു അസറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്, മേടിക്കേ. എന്താ പറയണ്? സംഭവം നീ പറഞ്ഞത് ശരിയാണ്, നമുക്കൊരു കാറിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ നിനക്ക് അത്രയ്ക്ക് താല്പര്യം ആണെങ്കില് എന്റെ അനിയന് വേണ്ടി ചേച്ചി ആ കാറങ്ങ് മേടിക്കാം. കാർ മേടിക്കാൻ നടക്കണവൻ രാവിലെ എന്നെ ഓരോന്നായിട്ട് വന്നേക്കുക. ചേച്ചി കട്ടൻ ചായ തരാം. മാറും. നീ അധികം ആലോചിക്കണ്ട. നീ ഇന്നലെ ആദ്യമൊക്കെ കൂടെ പോയിന്നും ആരോടൊക്കെ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഇന്നലെ ബിസിയാന്ന് പറഞ്ഞിട്ട് എവിടെ പോയിന്ന് എനിക്കറിയാം കേട്ടോ. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കാമെങ്കിലേ എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാം. നീ പോടി. നീ പോടാ. ഞാൻ പോവാണ്. അങ്ങനെ നീ പോയാലോ? പപ്പി എനിക്ക് ചാവിതാ, എനിക്ക് പോണോ? ചാവി ഞാൻ തരത്തില്ല. ആദ്യം നീ ഇങ്ങോട്ട് ഇറങ്ങ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പോവുക. അങ്ങനെ നീ പോയാലോ? എന്താ ഇന്റെ പ്രശ്നോ? അവന്റെ ദേഹത്തൊന്ന് കൈയെടുത്തേ. എന്താ നിങ്ങളുടെ പ്രശ്നം? നീ വന്ന് വണ്ടി എടുക്ക, എന്നെ കയറ്റിയെടുത്ത് തിരിച്ചു കൊണ്ടാക്ക്. എനിക്കൊന്നും വയ്യ, നീ നടന്നു പോയാ മതി. നീ വിളിച്ച് കയറ്റിയിട്ടല്ലേ ഞാൻ വന്നത്. ഞാൻ വിളിച്ചപ്പോ എന്തിനാ വണ്ടി കയറിയേ? അതെ അതെ അതെ, ഇത് പൊതുവഴിയാണ്, നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇത് പൊതുവഴിയാണല്ലോ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവോ.
നീ നിന്റെ പാട് നോക്കിപ്പോ. നീ അവനോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. ശോ, ഇത് വലിയ കഷ്ടായല്ലോ. വലിയ ശല്യമായല്ലോന്നോ. കൊച്ചേ, നീ ആരാണെന്നും ആരുടെ മോളാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകാൻ നോക്ക്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോ. ഒരു മര്യാദ വേണ്ടേ? കൊറേ ന്യൂജൻ വന്നേക്കുന്നു. ചോണറത്തല ഭവാനി ആരാന്ന് ഇതുങ്ങൾക്കൊന്നും അറിയത്തില്ല. മര്യാദ കെട്ടാലേ ഞാൻ മഹാ കുഴപ്പമാ. അമ്മൂമ്മ എന്തെറ്റി? അവിടെ ഇങ്ങോട്ട് വാ. ഓ വന്ന് പറ. എടാ, ഓ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ആ എടാ, ഇവിടെ ഈ വാതില് വെച്ച് രണ്ട് നെരന്ത പിള്ളേര് അവിടെ ഒന്ന് വഴക്കുണ്ടാവുന്നു. എന്റെ പൊന്നു മോനെ, എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാനൊന്ന് ചോദിച്ചു, എന്തിനാ കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാവുന്നു? എന്റെ ദൈവമേ, എന്നെ തല്ലിയില്ലെന്നേ ഉള്ളടാ. ആണോ? ആ അമ്മൂമ്മ അത്രേ ചോദിച്ചുള്ളൂ? എടാ, ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. അപ്പം പിള്ളേര് ചുമ്മാ എന്തേലും അടി ഉണ്ടായിക്കൊണ്ടിരുന്നായിരിക്കും. ചുമ്മാ ഒന്നുമല്ല, എനിക്ക് ആ പെണ്ണിനെ നല്ലപോലെ അറിയാം. ഇവിടെ പാലച്ചോടുള്ളതാ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴേ അതിന്റെ തള്ളയെ അമ്പലത്തിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടടാ. ഹലോ ഗായ്സ്, എന്താ ഒരു ഡിസ്കഷൻ പുറത്തുനിന്ന് കേൾക്കാലോ? ആന്റി ഒരു ചൂട് ചായ എടുത്തോളൂ. എന്താ സംഭവം? നീ ഈ വട്ടം വീഴുന്നതിനും പെട്ട് അവിടെ പോയിട്ട് വരുവാ. അമ്മൂമ്മയ്ക്ക് അറിയാലോ, ഞാൻ ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ഇന്നിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു. എന്നോട് ആരും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. ശിവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചോദിക്കാതെയും പറയാതെ ഇവിടുന്ന് എവിടെങ്കിലും പോയുണ്ടല്ലോ, താടി കെട്ടി ഞാൻ തട്ടും കേട്ടാ. അറിയില്ല, ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. എന്താ സംഭവം? എടാ കേശു, എന്നെ അവർ രണ്ടും കൂടെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടടാ. നീ ഒന്നും കൂടെ വേണ്ട, ഞാൻ പണയാ. പറ. അമ്മൂമ്മ വരുന്ന വഴിക്ക് ഏതോ രണ്ട് കൊച്ചു പിള്ളേര് നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇല്ലേ വെച്ച് അടി ഉണ്ടാക്കുന്നത് അമ്മൂമ്മ കണ്ടു. അവരുടെ ഇടയില് പ്രശ്നത്തിൽ കയറി അമ്മൂമ്മ ഇടപെട്ടു. അവരെന്തോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ്. എടാ, കൊച്ചു പിള്ളേരോ? നിന്നെക്കാട്ടിലും ശിവാനെക്കാട്ടിലും പ്രായമുള്ള പിള്ളേരാ. അവര് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ കയറി ഇടപെട്ട് അവരെ ഓടിച്ചു വിട്ടു. അത്രയല്ലേ ഉള്ളൂ. ഭവാനിയെ ഓടിച്ചു വിടും, കുറച്ച് പുളിക്കും. அம்மா, உங்களை பார்த்தாலே தெரியுது நீங்க ரொம்ப பயப்பட்டு இருக்கீங்கன்னு. എനിക്ക് ഭയമൊന്നുമില്ല. പിന്നെ അവര് സംസാരിച്ചപ്പോ എനിക്ക് രണ്ട് വർത്തമാനം കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരിത് അത്രേ ഉള്ളൂ. എടാ കേശുമോനെ, വാടാ നമുക്ക് പോയി ചോദിക്കാവടാ. കേശു വരുന്നില്ല. അമ്മ ചുമ്മാ ഒന്ന് അടങ്ങിയില്ല അമ്മൂമ്മ. അല്ലേ ചേച്ചി, ഞാനും കണ്ടു കേട്ടോ രണ്ടുപേര് പുറത്തുനിന്ന് സംസാരിക്കുന്നത്. എന്തോ സൗന്ദര്യപ്പണക്കം. നമ്മളെന്തിനാ നോക്കാൻ നിൽക്കുന്ന? ഞാൻ ഇങ്ങ് വീട്ടിലോട്ട് പോകുന്നു. സൗന്ദര്യപ്പണക്കോ? രണ്ടും കൂടെ റോഡിൽ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന്. അപ്പൊ എന്നോട് പറയുവാന്നേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് വഴക്കുണ്ടാക്കാവുന്ന. അത് മാത്രമല്ല ലച്ചു, അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കരുതെന്ന്. അമ്മൂമ്മ, രണ്ട് പിള്ളേരും അവരെവിടെ കിടന്ന് അടി ഉണ്ടാക്കൂ, അല്ലെങ്കിൽ അവരെ ഒത്തുചേരുവോ, എന്തിനാന്ന് വെച്ചാൽ അവരുടെ പരിപാടി അവിടെ നടക്കട്ടെ. അവരവരുടെ പാട്ട് നോക്കി പോട്ടെ. നമ്മളെന്തിനാണ് വെറുതെ അവരെ ചൊറിയാൻ പോണത്? എടാ, ആ ചെറുക്കനെക്കാട്ടി നെകളോ ആ പെണ്ണിന്. എടാ, ആ പെണ്ണിന്റെ അമ്മയ്ക്ക് എന്നെ അറിയാമെന്നുള്ള അവർക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവൾ ഒന്ന് പതുങ്ങിയേനെയായിരുന്നു. അയ്യോ, അവര് പേടിച്ച് കൈ കുമ്പിട്ട് നിന്നേനെ. അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ. അമ്മമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അത് ചെയ്യും. അതെ, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഒന്ന് വരണം ചോദിക്കാൻ. ഇപ്പൊ എന്തിനാണ് അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂടെ ആരെങ്കിലും വന്നിട്ട് അവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുവോ? പ്രശ്നം തീരും. ഉറപ്പാണ്? ഉറപ്പ്. കൺഫേം? കൺഫേം. ചേച്ചി, ചേച്ചിയല്ലേ കൂട്ടത്തിലെ മൂത്ത്? ചേച്ചി പോയി ചോദിച്ചിട്ട് എന്നെ കൊണ്ടത് പയ്യ വല്ല പിള്ളേരെ വായിലിരിക്കുന്ന കേൾക്കാൻ. ശിവാനി വേണമെങ്കിൽ കൂടെ വരും. എനിക്ക് വേറെ പണിയുണ്ട്. ഇവിടെ ഉള്ള പണിയൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പോഴാണ് ഇനി പുറത്തുനിന്നും കൂടെ വള്ളി. ഞാനില്ല. പാറു 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 കൂടെ പോ. പാറു ചെല്ല്. ഞാൻ പോകണ്ട. ആരും വരണ്ട. എന്റെ കനകമ്മോൾ എന്റെ കൂടെ വരും. ഫോണൊക്കെ കയ്യിലുണ്ടല്ലോ. அம்மா, யாரை கூப்பிட போறீங்க? ആരെ കൂപ്പിടണമെന്ന് അറിഞ്ഞാലേ നീ വരത്തുള്ളൂ. ഇങ്ങോട്ട് വാ എന്റെ കൂടെ. ബാ, ഇങ്ങോട്ട് വാ. എന്ത് വള്ളിയും കൊണ്ടാണോ ഇനി വരാൻ പോകുന്നത്? ഞാൻ പോയിട്ട് പിന്നെ அம்மா அம்மா, கொஞ்சம் நில்லுங்கம்மா. யாரை கூப்பிட போறோம்? കൂപ്പിടാനല്ല, വീഡിയോ പിടിക്കാനാ വന്നു. உங்களோட வீடியோவா? എന്റെ വീഡിയോ അല്ല. നീ വാ, ഞാൻ കാണിച്ചു തരാം. വാ.
നടക്കുന്നില്ല. ആ ആ ആ ആ ആ, ആ പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല. കണ്ടോ? 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 അവരുടെ വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഇവരുടെ വീഡിയോയാ എടുക്കേണ്ടത്. அம்மா அவங்க சின்ன பிள்ளைங்க அம்மா, எதுக்கம்மா வீடியோ எல்லாம் எடுக்கணும்? അയ്യോ ചിന്ന പുള്ള. അവരെന്നെ പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലോ. നീ കേക്കണമായിരുന്നു. കേക്കുമായിരുന്നെങ്കിലേ നീ പോയി അവരെ അടിച്ചേനെയായിരുന്നു. നീ വീഡിയോ പിടിക്ക്. നീ വീഡിയോ എടുക്ക്. எதுக்கம்மா? എതുക്കെന്ന് ചോദിച്ചോണ്ടിരിക്കാതെ. അതെ, അവളെ അമ്മയെ കാണിച്ചു കൊടുക്കാനാ. അവിടെ അമ്മയൊന്ന് കാണട്ടെ. നേരം വെളുക്കുമ്പോ ഒരുങ്ങിക്കെട്ടി അവൾ എങ്ങോട്ടാ പോന്നേന്ന് ഒന്ന് അറിയണമല്ലോ. പിന്നെ അത് മാത്രമല്ല, കാരണവന്മാരോടൊക്കെ ഇവളൊക്കെ എങ്ങനെയാ പെരുമാറുന്നതെന്നൊന്നും അറിയണമല്ലോ. அம்மா அப்படி இருந்தா ரொம்ப பிரச்சனை ஆயிடும்ல. നിന്നോട് പറയുന്ന നീ അങ്ങ് ചെയ്താ മതി. കൊടുക്കും. അവര് പറയുന്നൊക്കെ കേക്കാവോ? அம்மா ரொம்ப தூரம் தானே, அதனால சொல்றதெல்லாம் கேட்காது. നീ ഇതിനകത്ത് അങ്ങോട്ട് വലിച്ചു വിട്. அம்மா அப்படி வலிக்கலாம் முடியாதம்மா, அவங்க ரொம்ப தூரத்துல. കിട്ടിയോ? കിട്ടുന്നുണ്ടല്ലോ. പറയുന്ന കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? கொஞ்சம் தான். നോക്കുന്നു 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 നോക്കുന്നു. அச்சேட்டா ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. அம்மா பிரச்சனை ஆயிடுமாமா? ഒരു പ്രശ്നവും ഇല്ല, നീ മിണ്ടായിരി. எனக்கு பயமா இருக்குமா. നീ ഒരു പ്രശ്നവും ഇല്ല. നീ ഈ ഭവാനിയോടാ അവരുടെ കളി. കനകം, വീഡിയോ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. இத பாருங்கம்மா. എല്ലാം നല്ല പോലെ എടുത്തിട്ടുണ്ടല്ലോ. നല്ല പോലെ എടുത്തിട്ടുണ്ട്. எல்லாமே இருக்கு. എന്നോടാ അവരുടെ കളി. എന്ത് പറ്റി അമ്മൂമ്മ? ആ പിള്ളേരവിടെ വഴക്കിട്ടില്ലേ? ഓ, ആ വഴക്കിടുന്ന മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോകുമ്പോഴേ ആ കൊച്ചിന്റെ അമ്മയെ കാണൂല, ആ പെങ്കൊച്ചിന്റെ അമ്മയെ കാണുമ്പോ ഞാനിത് കാണിച്ചു കൊടുക്കും. അമ്മൂമ്മേ, പണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയായിരുന്നെങ്കിൽ വീട്ടിൽ പോയി പറയുമായിരുന്നു ചെയ്യുന്നു. ഇപ്പൊ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതായ. ടെക്നോളജിയോടൊക്കെ മാറ്റേ. എന്താ ഇതാര് വീഡിയോ എടുത്തേ? കനകം. കനകാന്റിയാ? ആ അല്ല ചേച്ചി, അമ്മൂമ്മയുടെ ഡയറക്ഷനിൽ കനകാന്റി ക്യാമറ ചെയ്ത് ഒരു ഗൊറില്ല ഷോട്ട് എടുത്തു. രണ്ട് ഗൊറില്ലകൾ തമ്മിൽ തല്ലുണ്ടാക്കുന്ന ഷോട്ട്. എന്നെ ആ പെങ്കൊച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ആ കൊച്ചിന്റെ അഹങ്കാരം അങ്ങ് മാറും. അമ്മ മോശം കേട്ടാ, വളരെ മോശം. എന്തോന്ന് മോശം? എന്തൊരു ചീപ്പ് പരിപാടിയാണ് അമ്മൂമ്മ ഈ കാണിക്കണത്. നിങ്ങൾക്ക് ജാൻസികൾക്ക് മാത്രമേ ഉടായി പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കും അറിയാം. ജാൻസിയാ? അതാരാ? ജെൻസിയാണോ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അമ്മൂമ്മ ജെൻസിയാണോ? അത് തന്നെ അത് തന്നെ. ഓ ഓ ഓ. പണി പാലും വെള്ളത്തിൽ കിട്ടുമ്പോഴേ പഠിക്കത്തുള്ളൂ. ഒരു പാലും വെള്ളമില്ല. ഇതോടുകൂടിയാ അത് നിങ്ങളൊക്കെ പഠിച്ചോളൂ. അമ്മൂമ്മ, അവരുടെ കാര്യമല്ലേ, അവരവരുടെ വഴിക്ക് അങ്ങ് വിട്ടൂടെ? മക്കളെ, അതല്ല. ഈ പിള്ളേർ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കി കഴിയുമ്പോഴേ ഈ പിള്ളേർക്ക് എന്തെങ്കിലും തോന്നി നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മക്കേ സമൂഹത്തിനോടൊരു കടപ്പാടൊക്കെ ഇല്ലേ? എന്നൊക്കെ സമൂഹത്തിനോട് കടപ്പാട് കാണിച്ചുണ്ടോ? അന്ന് ആ കെട്ടിന്റെ പണിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങളും സംഭവിക്കും. അമ്മൂമ്മ, തൽക്കാലം ആ എടുത്ത വീഡിയോ ആർക്കും അയച്ചു കൊടുക്കോ ആരും കാണിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങ് ഡിലീറ്റ് ചെയ്തേ. അമ്മൂമ്മ, അതാ നല്ലത്. അവരുടെ വൈരാഗ്യം മൂത്തിട്ട് അമ്മൂമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവരെന്തെങ്കിലും ചെയ്താലോ? ഒന്നും അറിയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അത് വേറൊരു കാര്യം. സത്യമാണ്. ஐயோ,
അമ്മ ഒന്നും പേടിക്കണ്ട കനകം. ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുള്ളവളാണ് ഈ ചോനറത്തല ഭവാനി. அம்மா நீங்க இனி வெளியில போறதா இருந்தா நீங்க தனியா போகணும். நான் வரமாட்டேன். നീ വരണ്ട. ആ അതിൽ തൂങ്ങിയോടെ പോകുന്നത്. ഹലോ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരും ഇല്ലേ? ആരാ? അവരിങ്ങോട്ട് വിളിക്കൂ. നിങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, പിന്നെ നിങ്ങൾ അവരെ വിളിക്കാൻ പറഞ്ഞ നമ്മൾ എവരെ വിളിക്കും? ആരാ? ആരാ 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 ആരാ? തല്ലിണ്ടാക്കിയില്ലേ അമ്മൂമ്മ ഇടപെട്ട് കടക്കായ അവരെ നരുന്ത പിള്ള. പൊടി പൊടി. എന്താ പ്രശ്നം? ഇവിടുത്തെ അമ്മൂമ്മയും ചേച്ചിയും കൂടെ ഒളിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ എടുത്തു. ഇറങ്ങി വരാൻ പറയാം അവരോട്. മോളെ അനിയ, മോളെ നീയെന്ന മോളെ കുത്ത് അനിയ, ചേച്ചി മോളെ കോമ അനിയ. എന്ത് തേങ്ങയാണെങ്കിലും മോളെ അനിയ അങ്ങനെ പറ. ഈ പറഞ്ഞ അമ്മൂമ്മയുടെ കൊച്ചുമക്കളാ ഞങ്ങള് ഇത്രയും പേര്. കറക്റ്റ് ഓർഡർ. അപ്പോ നിങ്ങള് റോട്ടിൽ നിന്ന് വഴക്കുന്ന കണ്ടപ്പോ അമ്മൂമ്മ നമ്മളെ പോലെ കണ്ട് നിങ്ങളുടെ കാര്യത്തില് ഇടപെട്ടതാ. പ്രായമുള്ളൊരു സ്ത്രീയല്ലേ, വിട്ടുകളാ. അങ്ങനെയൊന്നും വിട്ടാടാൻ പറ്റില്ല. നമ്മൾ ആദ്യം ക്ഷമിച്ചു, രണ്ടാമതാണ് അവര് വന്ന് വീഡിയോ എടുത്തത്. അവരാരാ? സദാചാര പോലീസോ? ഞാൻ അങ്ങനെ ചോദിക്കല്ല, ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതെന്തിനാ ഇയാൾ അന്വേഷിക്കുന്നേ? ഇതൊരു നടക്കി പോലോ. നടക്കട നടിയാവായിരുന്ന കൊള്ളാം. നിങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപെറുക്കാണ്ട് ആ അമ്മച്ചി നിങ്ങൾ വിളിച്ചേ. വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്, വീട്ടിൽ കയറി പൊക്കൂ. നിങ്ങൾ കാര്യം ചെയ്ത് പോവാൻ നോക്ക്. ചെല്ല ചെല്ല. അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും വേണം, ഞങ്ങളോട് മാപ്പ് പറയുകയും വേണം. ദേ, ഇവരാണ് വീഡിയോ എടുത്തേ. ആര് വീഡിയോ എടുത്തു? ഞങ്ങള് വീഡിയോ ഒന്നും എടുത്തില്ല. സത്യം പറ, നിങ്ങൾ വീഡിയോ എടുത്തില്ലേ? ദേ കൊച്ചേ, അവിടെ കിടന്ന് കാണിച്ചാലും ഇവിടെ കിടന്ന് കാണിക്കാൻ വന്നാണ്ടല്ലോ. സ്വഭാവം മാറും കേട്ടാ. സത്യം പറ, നിങ്ങൾ വീഡിയോ എടുത്തില്ലേ? நான் உங்களை எல்லாம் வீடியோ எடுக்கல. நான் அந்த தத்தமாவ வீடியோ எடுத்தேன். ഇതാരാ ഇവര്? ഇതെന്റെ മോളാ. എന്നിട്ട് എന്താ ഇവര് തമിഴ് സംസാരിക്കുന്നത്? അത് ഇവരുടെ അച്ഛൻ തമിഴ്നാട്ടുകാരനായിരുന്നു. പെരിയവർ കുട്ടൻ പിള്ളൈ എന്നായിരുന്നു അപ്പൂപ്പന്റെ പേര്. പുതിയ ആള്. ഇതാ ഞാൻ പറഞ്ഞ സ്ത്രീ, എന്റെ അമ്മ. ആ, എന്റെ അമ്മാന്റെ. അല്ല, അമ്മയൊക്കെ വരേണ്ട ആവശ്യം എന്താ? ഞാൻ വിളിച്ചു വരുത്തിയതാ. എന്താ മോളെ പ്രശ്നമാണോ? സുജാത ബാ, അത്തോട്ടിരിക്കാം. സുജാതയല്ല, സുശീല. അയ്യോ, പേര് ഞാനങ്ങ് മറന്നുപോയി. നിന്റെ മോളെ നിന്റെ കൂടെ അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മോക്ക് എന്നെ അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ മോളുടെ വീഡിയോ പിടിച്ചത്? അവരെ സ്വകാര്യതയിൽ കയറി ഇടപെടരുത്. ആന്റിക്ക് ഈ പയ്യനെ നേരത്തെ അറിയോ? ആ, അറിയാം. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനാ. എന്റെ മോള് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാ. ആണോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടില്ല. ഓക്കേ മോളെ, എനിക്ക് ശരിക്കും സംശയമുണ്ട്. നിനക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തമ്മിൽ തല്ലൂടുന്ന വീഡിയോ വഴി മനഃപൂർവ്വം എടുത്താ. സൂപ്പർ അമ്മൂമ്മേ, ഇതേ വേറെ ലെവല് ടീമാണ് കേട്ടോ. ആന്റി അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ. ആന്റി ചെയ്യാങ്ങോട്ടെ. ഡിലീറ്റ് ചെയ്. അവരെ കാണിച്ചു ഡിലീറ്റ്. നമ്മളല്ല അവരെ. കണ്ടല്ലോ, ഡിലീറ്റ് ആയല്ലോ. ചെയ്ത തെറ്റിന് സോറി, മാപ്പ്. അപ്പൊ ശരി. സോറി, മാപ്പ്. അപ്പൊ ശരി. സോറി, മാപ്പ്. അപ്പൊ ശരി.
சாரிங்க. அம்மா പോയോ? இல்லம்மா, கேசும் லட்சும் பேசிட்டு இருக்காங்க. அவங்க எல்லாம் போல. അവരിപ്പോ എന്തോ പറയുന്നേ? அது எனக்கு தெரியலம்மா. പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഒരു പ്രശ്നം? എന്റെ പൊന്നു, ചെവിയിലെ മൂട്ട പോയ പോലെ ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? അവർക്കിപ്പോ എന്താ വേണ്ടുന്നേ? ഞാൻ പറഞ്ഞുതരാം. ആ ആന്റി പറയുവാണ് അമ്മുമ്മ അവരുടെ മോളെ കയറി തെറി വിളിച്ചെന്ന്. സത്യം പറയുമ്പോ തെറി വിളിച്ചാ? ഞാൻ തെറിയൊന്നും വിളിച്ചില്ല. ആ ബാക്കി കേളങ്ങോട്ട്. തെറി വിളിച്ചത് മാത്രമല്ല, അമ്മുമ്മ എന്തോ ഒരു ഗൂഢമായ കാരണം ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചിന് വീഡിയോ എടുത്തത്. ആ കാരണം അറിയാണ്ട് വീടിന്റെ പടിക്ക് പുറത്തിറങ്ങൂലെന്ന്. ഇതൊക്കെ പോട്ട് ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കേൾക്കണം. ആ കൊച്ചിന് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണ് അത്ര അമ്മുമ്മ വീഡിയോ എടുത്തതെന്ന്. ഇവിടെ അയ്യാ പറഞ്ഞോണ്ടിരുന്നോ, ഒരു വിധത്തിലാണ് ഡീലെത്തിയത്. ഡീലാക്കിയോ? എന്താ പറഞ്ഞതൊക്കെ? ആവേശം കണ്ടില്ലേ അമ്മൂമ്മ? ആ കൊച്ചിന്റെ അമ്മ ഇപ്പൊ വന്നില്ലേ? അവരെന്താണ് പറഞ്ഞോണ്ടിരിക്കണെന്ന് അറിയൂ? ആ പെങ്കൊച്ചും ആ ചെറുക്കനും തമ്മില് ഈ ഫ്രണ്ട്ഷിപ്പും അല്ല ലവും അല്ല, അതിന്റെ നടുക്കുള്ളൊരു സാധനമാണെന്നാണ്. അപ്പൊ സിറ്റുവേഷൻഷിപ്പ് കറക്റ്റ്. ക്ലാസ്സിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞെന്തെന്ന് വെച്ചാല് ഇപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരെ ഒരുമിച്ച് അവരിപ്പം പോവുകയാണ്. ചുരുക്കി കൂട്ടി പറഞ്ഞ അഴിച്ചങ്ങ് വിട്ടേക്കുവാ അമ്മുമ്മ അല്ല, തമ്മി മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒന്നിച്ച് വിട്ടേക്കുവാന്ന്. എങ്ങനെ ശരിയാവും? ഇതല്ലേ നാക്ക്, പിന്നെ അങ്ങനെ ശരിയാവും. അത് തന്നെ. ആ പെങ്കൊച്ചെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, നിങ്ങൾ ആ തള്ളനെ എങ്ങനെ സഹിക്കണമെന്ന്. അത് കറക്റ്റ്. ആ കൊച്ചു വേറെ പറഞ്ഞു അമ്മൂമ്മ ഇനി മേലെ പുറത്തിറങ്ങി പോല് വീട്ടില് റൂമിനകത്ത് പൂട്ടിയിടണോന്ന്. അത് പറഞ്ഞപ്പോ ചെവക്കുറ്റി നോക്കാൻ കൊടുക്കാൻ വയ്യായിരുന്നോ? എന്തിനാ കൊടുക്കുന്നേ? ആ ചേച്ചി സത്യമല്ലേ പറഞ്ഞേ? അവരിപ്പോഴും പോയിട്ടില്ല കേട്ടോ, അവിടെ ഇരിപ്പുണ്ട്. ഓ ആ പയ്യൻ പറയണ എന്തെന്ന് വെച്ചാല് പപ്പിക്ക് അമ്മൂമ്മ വഴക്ക് പറഞ്ഞില്ല നെഗ് അടിച്ചു, അതുകൊണ്ട് പപ്പിയുടെ നെഗ് മാറാതെ ഇനി അവരുടെ അടുത്ത് പോയില്ലെന്നാണ്. പപ്പി അതാര്? ഓ ആ പെങ്കൊച്ചിനെ വേട്ടാ ആ പയ്യൻ വിളിക്കുന്നത് പപ്പിയെന്നും ആ കുട്ടി തിരിച്ചു വിളിക്കുന്നത് മോനു എന്നുമാണ്. എന്റെ പൊന്നു കേശു, എന്തെങ്കിലൊക്കെ പറഞ്ഞ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. നേരത്തെ പറഞ്ഞ കേസ് അങ്ങോട്ട് പറയട്ടോ. പൈസയുടെ കാര്യമാണോ? ഓ അത് പറ, ചേച്ചി പറ. നീ പറ. അമ്മൂമ്മ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു 10,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവര് കേസിനൊന്നും പോവാതെ അങ്ങ് ഒതുങ്ങുന്നാണ് പറയണത്. 10,000 രൂപയോ? 25,000 അവര് പിടിച്ചത്, 10,000 പറഞ്ഞ് ഒതുക്കിയതാ. അമ്മുമ്മ ഞാൻ പറയുവാണെങ്കിൽ ഉള്ള സമയത്തിന് കാശും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ കേസ് എങ്ങനെ ആയോണ്ടല്ല ഇതിന്റെ പുറകെ നടന്ന് ധനനഷ്ടം, മാനഹാനി, 101 കൂട്ടം പ്രശ്നങ്ങൾ നമ്മൾ മുടിഞ്ഞു ഭൂമിക്കുവാറ്. ஆமாமா, எப்படியாவது காசு கொடுத்து விடுங்கம்மா. கொடுங்கம்மா. കൊടുക്കാം. 10,000 രൂപ തിന്നാതെയും കുടിക്കാതെയും പൈസ പോകുന്ന പോക്കേ. பாரு, எவ்வளவு காசு அம்மா வீணா செலவாக்கி இருக்காங்க. பின்னையா இது? அம்மா கொடுங்கம்மா. അമ്മൂമ്മ എപ്പോഴാ പൈസ ചെലവാക്കിയേക്കണേ? அதெல்லாம் இருக்கு அம்மா, அதெல்லாம் கேட்காதீங்க, நீங்க கொடுங்கம்மா. കൊടുക്കാന്ന് പറഞ്ഞല്ലോ. കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ന് കൊടുക്കാനാണ്? ഇന്ന് കൊടുക്കണം. എടാ 100ന്റെ 50ന്റെ 20ന്റെ 10ന്റെ ഒക്കെ ആയിട്ടാ ഇരിക്കുന്നേ. അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണ്ടേ? 10,000 രൂപയെ? ആ ശരി കൊടുക്കാം. ഇപ്പൊ എന്തായാലും പൈസയുടെ കാര്യം തീരുമാനമായല്ലേ? അടുത്തതും കൂടെ പറ. അമ്മൂമ്മ ഒരു ചെറിയ വീഡിയോ കൂടെ പ്ലീസ്. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോ അതവിടെ ഇരിക്കട്ടെ. ഇത് വേറൊരു വീഡിയോ ആണ്. എന്തോന്ന്? അത് അമ്മൂമ്മ സോറി ചോദിച്ചോണ്ട് അവർക്കൊരു വീഡിയോ വേണമെന്ന്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സോറി ഒന്നും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കൊക്കിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് അവരെ എടുപ്പിക്കും. அம்மா கொடுங்கம்மா, ஒரு மாப்பு தானே, கொடுங்க. മാപ്പ് ഇതിലും ഭേദം അവരുടെ മുഖത്ത് തെറി വിളിക്കണായിരുന്നല്ലേ. ഇങ്ങനെയൊക്കെ മാപ്പ് പറഞ്ഞാൽ അത് റിജക്ട് ചെയ്യും. മര്യാദക്ക് മാപ്പ് പറയുന്ന പോലെ മാപ്പ് പറയും. അമ്മുമ്മക്ക് ഇപ്പോഴും കാര്യത്തിന്റെ സീരിയസ്നെസ് കിട്ടിയിട്ടില്ല. ആ കൊച്ചുണ്ടല്ലോ നേരത്തെ പുറത്തു വെച്ച് ആരോ ഫോം വിളിക്കുന്നുണ്ടായിരുന്നു, പപ്പി ഫാൻസ് അസോസിയേഷൻ പോലും. അവരൊക്കെ കൂടെ കെട്ടിളകി വന്നാണ്ടല്ലോ നമുക്ക് പിന്നെ നിക്കാൻ പറ്റൂല. മാത്രമല്ല ഫ്രണ്ടിലെ വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഈ വീട്ടിൽ അമ്മച്ചിയാണ് എന്നെ തെറി വിളിച്ചത്, ഈ വീട്ടിൽ അമ്മച്ചി എന്നെ സ്വകാര്യതയിൽ കൈ കടത്തി എന്നൊക്കെയാണ് പറയുന്നത്. വീഡിയോ എങ്ങാനും ഇട്ട
1.5 എയറിലിരിക്കാം. അതിലും ഭേദം മാപ്പ് പറയുന്നല്ലേ. പപ്പിമോളെ വഴക്ക് പറഞ്ഞതിന് മാപ്പ്. സ്വകാര്യതയിൽ കൈ കടത്തണം. സ്വകാര്യതയെ കൈകടത്തിയതിനും മാപ്പ്. അനുവാദം ചോദിക്കാതെ വീഡിയോ എടുത്തതിനും മാപ്പ്. അനുവാദം ചോദിക്കാതെ വീഡിയോ എടുത്തതിനും മാപ്പ്. ഇനി എല്ലാത്തിനും കൂടെ ചേർത്തൊരു മാപ്പ്. മാപ്പ് മാപ്പ് മാപ്പ്. എന്തിനു മാപ്പമ്മൂമ്മേ? ലോക പരാജയ ഒരു മാപ്പ്. നിർത്തടി നിന്റെ ചിരി. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഉടനെ ഫോൺ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് വന്നോളും വീഡിയോ എടുക്കാന്. ഇനി മേലാല് ആരെങ്കിലും പറയുമ്പോ വീഡിയോ എടുത്തെന്ന് അറിഞ്ഞാല് ഫോൺ ഞാൻ തല്ലിപ്പൊട്ടിച്ചളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ പിള്ളേരെ കാട്ടില്ലേ എത്രയോ കൂടിയാനെയാ പുറത്തുള്ളത്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഇവിടുത്തെ പിള്ളേരൊക്കെ വെറും പാവങ്ങൾ.